ബോഡി പാർട്ടിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞു. ഇനി സ്ലീവ് സ്റ്റിച്ച് ചെയ്യാനുള്ള പരിപാടിയാണ്. ബോഡി പാർട്ടിൽ കൈക്കുഴി എത്രയാണോ മാർക്ക് ചെയ്തത് അതിനേക്കാൾ 1.5 കൂട്ടിയിട്ടാണ് നമ്മൾ സ്ലീവിന് എന്ത് ചെയ്ത് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തത്. നോർമലി ബോഡി പാർട്ടിൽ നിന്ന് അളന്നതിനേക്കാളും ഒരു 1/2 ഇഞ്ചൊക്കെ കൂട്ടിയെടുത്താൽ മതി. നമ്മൾ 1.5 ഇഞ്ചാണ് കൂട്ടിയെടുത്തിട്ടുള്ളത്. ഇത് ഫസ്റ്റ് തുടക്കക്കാർക്കൊക്കെ ഇങ്ങനെ ഏറെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ചില ആളുകളുടെ ബോഡി ഷേപ്പ് അനുസരിച്ച് നമ്മൾ 1/2 ഇഞ്ച് കൂട്ടിയാൽ മതി എന്ന് പറഞ്ഞല്ലോ, ചിലപ്പോൾ അതുകൊണ്ടൊന്നും അത് മതിയാകൂല. അതുകൊണ്ടാണ് നമ്മൾ ഈ 1.5 ഇഞ്ച് എടുക്കാനുള്ള കാരണം. ഈ 1.5 ഇഞ്ച് എടുത്തുകൊണ്ട് ഇത് അഥവാ കുറഞ്ഞു പോയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് ഏറെടുത്താൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക, കട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് കറക്റ്റ് കിട്ടും. നമ്മൾ വേണമെങ്കിൽ സ്റ്റിച്ചിങ് ഒന്ന് കണ്ടുനോക്കാം, അപ്പം മനസ്സിലാവും. ചെയ്യേണ്ടത് ഇതാ, ഈ ഭാഗം ഉണ്ടല്ലോ, ഇത് 2 ഭാഗം ഒരുപോലെ വെക്കുക. ഉണ്ടല്ലേ, ഒരുപോലെ വെച്ചിട്ട് ഇവിടെ ഒന്ന് ചെറിയൊരു കട്ടിങ് കൊടുക്കുക, ഒരു അടയാളം സെൻറ്ററിന് വേണ്ടിയിട്ടാ. ഇതാ ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ മറ്റേ ഭാഗത്തും ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിൻ്റെയും സെൻറ്റർ എന്ത് ചെയ്യുക, നമ്മളെ സ്ലീവിൻ്റെ സെൻറ്ററും ഒന്ന് ചെറുങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമ്മൾ സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ നമ്മൾ സ്ലീവ് സ്റ്റിച്ച് ചെയ്യാൻ പോകണേ. നേരത്തെ പറഞ്ഞല്ലോ ഇങ്ങനെ സെൻറ്റർ ഇതാക്കിയിട്ട് ഇവിടെ ഒരു മാർക്ക് ചെയ്യണമെന്ന്. ഇതവിടെ ഈ മാർക്ക് ഉണ്ടല്ലേ, ഈ മാർക്ക്. എന്നിട്ട് ഇതിങ്ങനെ വെക്കുക, നിവർത്തി വെക്കുക. അതുപോലെ നമ്മളെ കൈ ഇത് ഈ കുഴിച്ച ഭാഗം ഉണ്ടല്ലോ, ഈ ഭാഗം, ഈ കുറഞ്ഞ് കാണുന്ന ഭാഗതാ, ഇതാണ് ഫ്രണ്ട് പാർട്ടിക്ക് ഇങ്ങോട്ട് വരണം. ഈ ഭാഗം ഫ്രണ്ടിലേക്ക് വരണം കേട്ടോ. ഇത് അപ്പോൾ നമ്മൾ ഇതിൻ്റെ നല്ല വശത്ത് വെച്ചാണ് അടിക്കുന്നത്. ഇതിൻ്റെ നല്ല വശവും ഇതിൻ്റെ നല്ല വശവും ചേർത്ത് വെക്കുക, ഈ സെൻറ്ററിൽ വെക്കുക. മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നേ. കാണുന്നില്ലേ, വീഡിയോ കാണുന്നുണ്ടല്ലോ അല്ലേ. ഇതാ കറക്റ്റ് വെച്ചിട്ട് ഒരു 1/2 ഇഞ്ച് അടിക്കുക. ഇതിങ്ങനെ അടിച്ചു കൊണ്ടുവരിക. ഓവർ വലിച്ചു പിടിക്കാൻ പാടില്ലട്ടാ. നമ്മൾ അടിക്കുന്നതനുസരിച്ച് ഇങ്ങനെ തിരിച്ചു കൊണ്ടുവരിക. കാണണ്ട, വീഡിയോ കാണില്ല. നമുക്ക് ഇവിടെ അടിച്ചു കഴിഞ്ഞ് ഇവിടെ നമ്മൾ ഇത്രത്തോളം നമുക്ക് ഏറെ വന്നിട്ടുണ്ട്. നമ്മൾ കറക്റ്റ് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇവിടെ അതേപോലെ ഇവിടെ നിന്ന് അങ്ങോട്ട് അടിക്കുക. ഇതിങ്ങനെ അതേമാതിരി തിരിച്ച് വെച്ചിട്ട് അടിക്കുക കേട്ടോ. അടിച്ചു കൊടുക്കുക. ഇത് നമ്മൾ അടിച്ചു കഴിഞ്ഞു. അടിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് ഇത്ര ഏറെ കിട്ടി. എല്ലാവർക്കും ഇതുപോലെ ഇത്രയൊന്നും ഏറെ വരൂല കേട്ടോ, ഇത്ര അധികം വരൂല. ഓരോരുത്തരുടെ ബോഡിക്ക് അനുസരിച്ചായിരിക്കും. നമ്മൾ എപ്പോഴും ഇങ്ങനെ ഏറെ എടുക്കലാണ് നല്ലത്. എന്നിട്ട് ഇത് രണ്ടും കറക്റ്റ് ഇങ്ങനെ വെക്കുക. ഇതിൻ്റെ വേറെയും പല രീതികളിലും കട്ട് ചെയ്യാറുണ്ട്. അതിനടുത്ത വീഡിയോ നമുക്ക് കാണിച്ചു തരാം. ഇപ്പോൾ ഫസ്റ്റ് ചെയ്യുന്നവർക്കൊക്കെ ഇതാണ് ഏറ്റവും നല്ലത്. കറക്റ്റ് വെക്കുക ഉണ്ടോ. എന്നിട്ട് എന്ത് ചെയ്യുക, ഇതുപോലുള്ള ഒരു സ്കെയിൽ വെച്ചിട്ട് അടിഭാഗത്തൊന്നും എന്ത് ചെയ്യണ്ട, ഇതൊന്നും മാറ്റം വരുത്തണ്ട. നമ്മൾ സ്റ്റിച്ച് ചെയ്ത ആ ഭാഗം മുതൽ ഇവിടെ നിന്ന് ഇങ്ങനെ ഷേപ്പാക്കി കട്ട് ചെയ്ത് കൊടുത്താൽ ഇതുപോലെ വരച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. നീങ്ങിപ്പോ നോക്കണേ. ഇനി മറ്റേ സ്ലീവും അതുപോലെ അടിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതാ സെൻറ്റർ കട്ട് ചെയ്യണു. അതുപോലെ ഇതിൻ്റെയും സെൻറ്റർ കട്ട് ചെയ്യുന്നു. എന്നിട്ട് ആ സ്ലീവ് അടിച്ച പോലെ തന്നെ അടിക്കട്ടോ. എന്നിട്ട് ഏറുള്ളത് കട്ട് ചെയ്ത് കൊടുക്കുക. സ്ലീവ് അടിഭാഗം മടക്കി അടിക്കണം. നമ്മൾ 3 ഇഞ്ചാണ് എടുത്തിരുന്നത്. 2 ഇഞ്ചാണ് നമുക്ക് എന്ത് വേണ്ടേ, മടക്കി അടയ്ക്കാനുള്ള വേണ്ടേ. അപ്പോൾ താഴെ ആദ്യം ഒന്ന് എന്ത് ചെയ്യുക,
1 ഇഞ്ചിലൊന്ന് മടക്കി അടിക്കുക. ഒന്ന് അടയാളം ഇട്ടാലൊന്ന് ഭംഗിയിൽ അടിക്കാൻ കഴിയും. 1 ഇഞ്ച് ആണല്ലേ, 1 ഇഞ്ചിൽ മടക്കി അടിക്കുക. ഇത് നമ്മൾ ചീത്തവശാട്ടോ കാണില്ലേ, ചീത്തവശത്താണ് മടക്കി അടിക്കുന്നത്. കറക്റ്റ് വെക്കുക. മടക്കി അടിക്കട്ടോ. ഇതുപോലെ ആ കൈയും അടിക്കുക. ഉൾവശത്തോട്ടിട്ടാ ഇതുപോലെ അടിച്ചാൽ മതി. ഇനി ഒന്നുകൂടെ മടക്കിയെടുക്കുക. നമ്മൾ ഈ വര ഉണ്ടല്ലോ ഇവിടെ, ഇതിൻ്റെ കറക്റ്റ് 2 ഇഞ്ച് വീതിയിലാണ് നമ്മൾ ഇത് കൊടുക്കുന്നത്. നമ്മൾ ഈ വര അടയാളപ്പെടുത്തി അവിടെ അങ്ങോട്ട് മടക്കിയാൽ മതി. ഇതിൻ്റെ അറ്റത്ത് കൊടുക്കുക കേട്ടോ. അതുപോലെ മറ്റേ കൈയും ചെയ്യുക. ഇനി എന്ത് ചെയ്യുക, ഇതിങ്ങനെ സെൻറ്റർ പിടിച്ചിട്ട് ഇങ്ങനെ മടക്കുക. കാണണ്ട കറക്റ്റ് ഇതാ ഇങ്ങനെ ചീത്തവശത്തേനായിട്ട് നമ്മൾ ഫുള്ള് അടിക്കണത് മടക്കി വെച്ചിട്ട് ഇതേപോലെ തന്നെ മറ്റേ കൈയും അടിക്കണ്ടേ. ഞാൻ അത് ഇതിൽ കാണിക്കണം, ഞാൻ വീഡിയോ ലെങ്ത് ഒരുപാട് വരുന്നുണ്ട്, അതുകൊണ്ടാട്ടോ. ഇവിടെ വരെ ഒരു 1/2 ഇഞ്ച് ഇതിലിങ്ങനെ അടിച്ചു കൊണ്ടുവരാം. അപ്പോൾ ഇതാ കയ്യെ സ്ലീവ് സ്റ്റിച്ച് കഴിഞ്ഞ് ബോഡി പാർട്ട് നമുക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകണം കേട്ടോ. അത് ഇതുപോലെ അതാ കണ്ടില്ലേ, ആ വരവ് സ്ലീവ് അടിച്ച് വന്ന അതേ വരവിൽ തന്നെ ഇതാ ഇങ്ങനെ വന്ന് ഇവിടെ വരെ കൊടുന്ന് വെക്കുക. ഇവിടെ നമ്മളെ കണ്ടില്ല, ഇത് നമ്മൾ ഈ 2 ഇഞ്ച് നമ്മൾ കട്ട് ചെയ്തിരുന്നത്. ഇതെന്തിനാ നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ പോക്കറ്റിന്, സൈഡ് പോക്കറ്റിന്. അപ്പോൾ ഇവിടുന്ന് നമുക്കൊരു 4.5 ഇഞ്ച് ഇവിടെ ഓപ്പൺ ഭാഗമാണ്, ഏതേ പോക്കറ്റിൻ്റെ. അപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റിച്ച് എന്ത് ചെയ്യുക, ഒന്ന് വലുതാക്കി കൊടുക്കുക, വലിയ സ്റ്റിച്ചാക്കി കൊടുക്കണം. കാരണം നമുക്ക് അടിച്ചതിന് ശേഷം പിന്നെ ലാസ്റ്റ് കട്ട് ചെയ്യാനുള്ളതാണ്. വലിയ സ്റ്റിച്ച് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഇവിടുന്ന് ഇവിടെ വരെ ആ സ്റ്റിച്ചിൽ അടിക്കുക, താഴെ വരെ കേട്ടോ. എന്നിട്ട് ഇവിടെ ഒരു കെട്ടിട്ട് കൊടുക്കുക, സ്റ്റിച്ച് ചെറുതാക്കുക. ഇതൊരു കെട്ടിട്ട് കൊടുക്കുക. കണ്ടില്ലേ സ്റ്റിച്ചിൻ്റെ വലുപ്പം കണ്ടില്ലേ. ഇത് ലാസ്റ്റ് നമ്മൾ കട്ട് ചെയ്തിടും. ഇനി ഇവിടുന്ന് ആദ്യം അടിച്ച അതേ സ്റ്റിച്ചിൽ തന്നെ താഴെ വരെ അടിക്കുക. ഈ കൈയിൻ്റെ ഇവിടുന്നതാ ഇവിടുന്ന് തുടങ്ങിയിട്ട് നമ്മൾ താഴെ വരെ അടിച്ചു കഴിഞ്ഞു. ഇതിപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അതുപോലെ ആ ഭാഗം അതുപോലെ അടിക്കുക. അപ്പോൾ നമ്മൾ ഈ 2 ഭാഗവും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതാ ഞാൻ മറിച്ച് കാണിച്ചു തരാം. കണ്ടില്ലേ, ഇപ്പോൾ ഇത് ഇസ്തിരി ഇടുമ്പോഴാണ് ഇതിൻ്റെ ഭംഗി കിട്ടുക കേട്ടോ. നമ്മൾ ഇസ്തിരി ഇടുമ്പോൾ ഒന്നുപാടെ നല്ല വൃത്തി കിട്ടും. ഇനി ഇൻഷാ അല്ലാ നാളെ നമുക്ക് അടുത്ത വീഡിയോയിൽ കോളറും അതുപോലെ ഇത് ബോട്ടം മടക്കി അടിക്കുന്ന വീഡിയോ നമുക്ക് ചെയ്യാം. അതുപോലെ പോക്കറ്റ് ഒക്കെ അടിക്കുന്ന വീഡിയോ അടുത്തതിൽ വിടാം ഇൻഷാ അല്ലാ.